ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ ചുമതല വഹിക്കുന്ന പ്രൊഫസർ ഡോക്ടർ ബീന മാത്യു, ഡോക്ടർ ജയചന്ദ്രൻ, രജിസ്ട്രാർ MG യൂണിവേഴ്സിറ്റി, അഡ്വക്കേറ്റ് റജി സക്കറിയ, ഷാജില ബീവി, syndicate members, Dr. Srijit, Controller of Examination, Dr. Sudhindran, Dr. Shafiq, പ്രിയമുള്ള അധ്യാപക സുഹൃത്തുക്കളെ, MG സർവകലാശാല കഴിഞ്ഞ ജൂൺ മാസത്തിൽ ആരംഭിച്ച നേരിട്ടുള്ള പ്രവർത്തനങ്ങൾ മെയ് മാസം 30-ാം തീയതി ആകുമ്പോൾ ഏതാണ്ട് സമ്പൂർണമാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിന് എനിക്ക് വലിയ സന്തോഷമുണ്ട്. എല്ലാവിധ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടാണ് സർവകലാശാല ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. സർവകലാശാലയുമായി ബന്ധപ്പെട്ട 74 പ്രോഗ്രാമുകളുടെ സിലബസ് പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിൽ 64 എണ്ണത്തിന്റെ ഇൻഡെക്സ് ഞങ്ങൾ ഓൺലൈനിൽ ഇപ്പോൾ തന്നെ പബ്ലിഷ് ചെയ്തു കഴിഞ്ഞു. അവസാന വട്ടം 7ാമത്തെ റൗണ്ട് വെരിഫിക്കേഷൻ നടത്തുകയാണ്. ഇത് അഫിലിയേറ്റഡ് കോളേജുകളെ സംബന്ധിച്ചാണ് എങ്കിൽ ക്യാമ്പസിൽ നടക്കുന്ന 4+1 ഹോണേഴ്സ് പ്രോഗ്രാമിന്റെ അതിൻ്റെ PG പ്രോഗ്രാമിൻ്റെയും റെഗുലേഷനും നമ്മുടെ അഫിലിയേറ്റഡ് സംവിധാനത്തിലുള്ള റെഗുലേഷനും ഒന്നാണ്. ഒരേ ചുവട് പിടിച്ചുകൊണ്ടാണ് വലിയ കോളേജുകളും വലിയ ക്യാമ്പസുകളുമുള്ള ഈ സർവകലാശാലയിൽ അതിനോടൊപ്പം ചെറിയ കോളേജുകളും ധാരാളമായിട്ടും. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലും മറ്റും കൈപിടിച്ച് നടത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുമ്പോൾ പോലും 99.99% ജോലികളും പൂർത്തീകരിക്കുവാനായിട്ട് സർവകലാശാലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇതൊരു കൂട്ടായ പ്രവർത്തനം. 7 കമ്മിറ്റികളാണ് നമ്മുടെ സർവകലാശാലയിൽ ഇതിനു വേണ്ടി നമ്മൾ രൂപീകരിച്ചതും അവയുടെ പ്രവർത്തനങ്ങളും. റൂൾസ് ആൻഡ് റെഗുലേഷൻ, സിലബസ്, ട്രെയിനിങ് പ്രോഗ്രാം, വർക്ക് ലോഡ് കമ്മിറ്റി, ഫൗണ്ടേഷൻ കോഴ്സുകളുടെ കമ്മിറ്റി, OBE ആൻഡ് ഇവാലുവേഷൻ കമ്മിറ്റി, IT എന്നീ മേഖലകൾ. ഈ 7 സബ് കമ്മിറ്റികളും വ്യാപകമില്ലാതെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ആത്മവിശ്വാസത്തോടു കൂടി നിൽക്കുന്നത് എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഒരു ഓവർ സ്റ്റേറ്റ്മെന്റ് അല്ല, കൃത്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു സ്ഥലത്തും യൂണിവേഴ്സിറ്റി അനാവശ്യമായ ധൃതികളൊന്നും തന്നെ കാണിച്ചിട്ടില്ല. എല്ലാ സർവകലാശാലയെക്കാളും ഒരുപടി മുന്നിൽ നിന്നുകൊണ്ട് വളരെ ആലോചിച്ച് വ്യക്തമായ ധാരണയോടുകൂടിയാണ് ഓരോ ചുവടുകളും സർവകലാശാല മുന്നോട്ട് വെച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ വരുമ്പോൾ നമുക്ക് വലിയ ആശങ്കകളൊന്നും. ഇത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെന്റുകളാണെങ്കിൽ യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെന്റുകളിൽ ഞങ്ങൾ 2 കോഴ്സുകൾ 60 സീറ്റിനാണ് ആരംഭിക്കുന്നത്. പക്ഷെ അതിന്റെ പ്രത്യേകത 30ഓളം മൈനറുകൾ നൽകുന്നു എന്നുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നു ലോകത്ത് തന്നെ എങ്ങും തന്നെ ഇല്ലാത്ത ഒരു സാഹചര്യം. 30ഓളം മൈനറുകൾ നൽകിക്കൊണ്ട് 8 മേജർ ഏരിയാസിൽ കോഴ്സുകൾ ആരംഭിക്കുകയാണ്. 60 സീറ്റേ ഉള്ളൂ താനും. പക്ഷെ നമ്മുടെ കോളേജുകളിൽ ഏതാണ്ട് 74 പ്രോഗ്രാമുകൾക്കാണ് നമ്മൾ സിലബസ് പൂർത്തീകരിച്ചിരിക്കുന്നത്. അവയെല്ലാം തന്നെ നൈപുണ്യാധിഷ്ഠിതവും ഔട്ട്കം ബേസ്ഡുമായിട്ടുള്ള സിലബസാണ്. ഇവ രൂപീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം ഒരു വലിയ ആർമിയെ തന്നെ 60 മാസ്റ്റർ ട്രെയിനേഴ്സിനെ ട്രെയിൻ ചെയ്യുകയും അവരെ OBEയിലും നമ്മളുടെ FIUGPയിലും
കൃത്യമായ ധാരണയുള്ളവരാക്കുകയും ചെയ്യും. അവരുടെ സേവനങ്ങളും പൂർവ്വ വിദ്യാർത്ഥികളുടെയും എംപ്ലോയേഴ്സിന്റെയും ഒക്കെ സേവനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏതാണ്ട് 40 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ട് ഏതാണ്ട് 64 സെന്ററുകളിൽ വിവിധ കോളേജുകളിലായി നടത്തിയ 5 ദിവസത്തെ 24 അവർ ശില്പശാലകൾ, ക്യാമ്പുകൾ, ഇവയിൽ കൂടിയാണ് നമ്മൾ നമ്മുടെ സിലബസ് രൂപീകരിച്ചത്. ചില സിലബസുകളൊക്കെ വേൾഡ് ക്ലാസ് ആണെന്നാണ് പിന്നീട് നടന്ന വെറ്റിംഗ് പ്രോസസ്സിൽ വിദഗ്ധർ അഭിപ്രായപ്പെട്ടത്. അത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ്. എന്നിരുന്നാലും എല്ലാ സിലബസുകളും ലോകോത്തരമാണ് എന്നൊന്നും പറയുന്നില്ല. കാരണം നമ്മുടെ മെക്കാനിസം, നമ്മളുടെ ഈ റോളിംഗ് പ്ലാന് പോലെ എപ്പോഴും മുന്നോട്ട് പോകാൻ പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ കോഴ്സുകളും കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു ഘടനാവിശേഷമുള്ള പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ ബിരുദ ഹോണേഴ്സ് പ്രോഗ്രാം നമ്മൾ ഇന്ന് വരെ കണ്ടതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ, കുട്ടികൾക്ക് ധാരാളം അവസരങ്ങൾ നൽകുന്ന, ടീച്ചർ പറഞ്ഞതുപോലെ വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ, അപ്പോൾ വിദ്യാർത്ഥി കേന്ദ്രീകൃതമാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ആകുമ്പോൾ എടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട റോളുകളുണ്ട് കോളേജ് തലത്തിൽ. അതിവിടെയാണ് നമ്മൾ അക്കാഡമിക് അഡ്വൈസറി കമ്മിറ്റികളും നോഡൽ ഓഫീസർമാരും ഇവയെല്ലാം നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഇവയെല്ലാം മുന്നോട്ട് നയിക്കുന്ന പ്രിൻസിപ്പൽമാരുടെയും റോളുകൾ വരുന്നത്. ഇവയെക്കുറിച്ചൊക്കെയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഒരു കോളേജ് നിലനിൽക്കണമോ, ഒരു കോളേജ് മോശമായി പോകണമോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന പ്രിൻസിപ്പൽമാരും നോഡൽ ഓഫീസർമാരും അവിടുത്തെ അധ്യാപക സമൂഹവുമാണ്. അപ്പോ വലിയ രീതിയിൽ വളർച്ചയ്ക്ക് ചെറുത് വലുത് എന്നുള്ള വ്യത്യാസമൊന്നുമില്ല ഇനി. കാരണം അത്രയും അധികം അവസരങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു കരിക്കുലമാണ് നമ്മൾ ബിൽഡപ്പ് ചെയ്യുന്നത്. ഇതിനെ നിങ്ങൾക്ക് ക്യാപ്സ്റ്റോൺ കോഴ്സുകളായും സ്പെഷ്യലൈസേഷൻസ് മറ്റുമായിട്ട് പുതിയ പുതിയ കോഴ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവയുടെ അംഗീകാരം നേടിക്കൊണ്ട് നിങ്ങളുടെ കോളേജിൽ നടക്കുന്ന കോഴ്സുകളെ അല്ലെങ്കിൽ പ്രോഗ്രാമുകളെ മറ്റൊരു തലത്തിലേക്ക് വളർത്തുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇവയൊക്കെ ഇതിന്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, പല ആവർത്തി നമ്മൾ സംസാരിച്ച കാര്യങ്ങളാണ്. നമ്മൾ ജൂൺ മാസത്തിൽ ആരംഭിച്ചു, 7 കമ്മിറ്റികൾ പ്രവർത്തിച്ചു. ആദ്യം നമ്മൾ 5 ദിവസത്തെ ട്രെയിനിങ് അധ്യാപകർക്കും യൂണിവേഴ്സിറ്റിയിലെ ഭരണ വിഭാഗം, അക്കാഡമിക് വിഭാഗം, പരീക്ഷാ വിഭാഗം, ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കുമായി നൽകുകയും അതിൽ നിന്ന് 60 മാസ്റ്റർ ട്രെയിനേഴ്സിനെയും, അവരിൽ ഏതാണ്ട് 40 പേര് വളരെ ആക്റ്റീവായിരുന്നു, അവരുടെ നേതൃത്വത്തിൽ ഏതാണ്ട് 40 ലക്ഷം രൂപ ചെലവാക്കി വിവിധ കോളേജുകളിൽ നടന്ന ശില്പശാലകളിൽ കൂടിയാണ് സിലബസ് രൂപീകരിച്ചത്. ഇവിടെ ഞങ്ങൾ നൽകിയ 75,000 രൂപ വളരെ അപര്യാപ്തമായിരുന്നപ്പോൾ പല നമ്മളുടെ അഫിലിയേറ്റഡ് കോളേജുകളും കൈയഴിച്ച് സഹായിച്ചു എന്നുള്ള 5 ദിവസം അവരുടെ അക്കോമഡേഷനും ഫുഡും അവർക്ക് വേണ്ട ഈവൻ അവർക്കൊരു പാർട്ട് ടൈം റിക്രിയേഷൻ പോലും നൽകുവാനായി ഇതിലേക്ക് പങ്കെടുത്ത പൂർവ്വ വിദ്യാർത്ഥികൾ, എംപ്ലോയേഴ്സ്, വിഷയ വിദഗ്ധർ, ഇവരൊക്കെ ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരുന്നു എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തിയ കാര്യം. വിളിക്കുന്നതിന് മുമ്പ് ഓടി വരികയും നമുക്ക് എന്തൊക്കെ കുറവുകളാണ് ഇന്നത്തെ സിസ്റ്റത്തിന് ഉണ്ടത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയും അതിനനുസരിച്ചുള്ള കരിക്കുലവും സിലബസും രൂപീകരിക്കുന്നതിന് നമ്മളെ സഹായിക്കുകയും ഒക്കെ ഇവർ ചെയ്തു. പ്രത്യേകിച്ച് അഫിലിയേറ്റഡ് കോളേജുകൾ നൽകിയ ആ സേവനത്തിന് ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി പറയുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഒരു ടെക്നിക്കൽ ടീമിനെ വെച്ചുകൊണ്ട് ഓരോ സിലബസും പലാവർത്തി വായിച്ചു. അതിനകത്ത് വിഷയ വിദഗ്ധര്, PG ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാൻമാരും അംഗങ്ങളും അതുപോലെ തന്നെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എക്സ്പേർട്സ് ഇവരെല്ലാം പങ്കെടുത്തുകൊണ്ട് അതിൽ വന്നിരിക്കുന്ന ന്യൂനതകളൊക്കെ പരിഹരിച്ച് വിവിധ ഘട്ടങ്ങളിലായിട്ട് അത് വായിച്ച് കൃത്യമാക്കിയിരിക്കുകയാണ്. അതിന് പുറമെ എന്നിട്ടും നമുക്ക് സ്ട്രക്ചറലായിട്ടും മറ്റും ഉണ്ടായ പല വീഴ്ചകളും കണ്ടെത്തുകയും അവ പരിഹരിക്കുകയും ചെയ്യും. അപ്പൊ ഈ പ്രവർത്തനങ്ങളെല്ലാം ഫെബ്രുവരി മാസം മുതൽ ഏപ്രിൽ ഏതാണ്ട് അവസാനം വരെ നിരന്തരമായി യൂണിവേഴ്സിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുക. യൂണിവേഴ്സിറ്റിയിൽ നടന്ന ചിലവയൊക്കെ തന്നെ അഫിലിയേറ്റഡ് കോളേജുകളിലും വെച്ചാണ് നടന്നത്. ഇത്തരം പ്രവർത്തനങ്ങളിൽ കൂടെ ഇതൊരു ഐട്രേറ്റിംഗ് പ്രോസസ്സ് വഴി നമ്മളത് പെർഫെക്റ്റ് ചെയ്യാനായിട്ട്, അപ്പോഴൊന്നും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല ഇതൊരു 100% അല്ലെങ്കിൽ 90-ന് മുകളിൽ ശതമാനം
പെർഫെക്റ്റ് ആയിട്ടുള്ള, ഞാൻ അതിനെ ഒരു 70% റേറ്റ് ചെയ്യും. ആ 70% എന്ന് പറഞ്ഞ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ഇനി ഇവിടെ നിന്ന് നിങ്ങളാണ് ഇത് 100%-ലേക്കോ അല്ലോ 90-കളിലേക്കോ ഒക്കെ വലിച്ചുയർത്തേണ്ടത്. അല്ല വലിച്ചല്ല, എന്താണ് വലിക്കുമ്പോൾ അതിനകത്തൊരു നിർബന്ധ ബുദ്ധി അല്ലാതെ തന്നെ നിങ്ങൾ അവരെ മോട്ടിവേറ്റ് ചെയ്ത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അതിനെ ആ തലത്തിലേക്ക് കൊണ്ടുവരും. എല്ലാ കോളേജുകളും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് വരണമെന്നും ഇപ്പോ ഞങ്ങൾ എല്ലാ സിലബസിന്റെയും ഇൻഡെക്സ് പബ്ലിഷ് ചെയ്തു കഴിഞ്ഞു. അതിന്റെ കണ്ടന്റ് ഏതാനും ദിവസങ്ങൾക്കകം, ഒരാഴ്ച മാക്സിമം, കാരണം അവസാനം വീണ്ടും ഞങ്ങൾ ഒന്നുകൂടെ വായിക്കുകയാണ്. എവിടെയെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടോ? കാരണം നമ്മൾ ചില സിലബസുകൾ പെട്ടെന്ന് പ്രസിദ്ധീകരിച്ചപ്പോൾ ഉണ്ടായിരിക്കുന്ന വലിയ വലിയ അബദ്ധങ്ങളൊക്കെ കണ്ടപ്പോൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ പോയാൽ അങ്ങേയറ്റത്തെ അബദ്ധങ്ങളായി മാറുമെന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് ഇവ പബ്ലിഷ് ചെയ്യാനായിട്ട് ഒന്ന് അമാന്തിച്ചത്. അതൊരു ഞങ്ങളുടെ കോൺഫിഡൻസിന്റെ ഭാഗമായിട്ടുള്ള ഒരു അധൈര്യമാണ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ്. ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആവാൻ പാടില്ല. ഞങ്ങൾക്ക് വലിയ കോൺഫിഡൻസ് ഉണ്ട്, പക്ഷെ അപ്പോൾ പോലും ഞങ്ങൾ ജാഗ്രത വിടുന്നില്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഇത്. ഇപ്പോഴും ഇന്ന് ഉച്ചതിരിഞ്ഞും ഒരു റൗണ്ട് ഒരു 2 hour മീറ്റിംഗ് ഉണ്ട്. അത് ഭാഷാധ്യാപകരുമായിട്ടാണ്. അതും കൂടെ കഴിഞ്ഞിട്ട് പബ്ലിഷ് ചെയ്യാനായിട്ട് ഞങ്ങൾ തയ്യാറാണ്. യൂണിവേഴ്സിറ്റിക്ക് ഇതിനു വേണ്ട എല്ലാ സഹായങ്ങളും നൽകിയ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ആ വകുപ്പിനെയും ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിനെയും എല്ലാ ഉപസമിതി അംഗങ്ങളെയും അതിന്റെ ചെയർമാൻമാരായി വന്ന എല്ലാ സിൻഡിക്കേറ്റ് അംഗങ്ങളെയും അതിൽ ഉൾപ്പെടാതെ മറ്റു കാര്യങ്ങളിൽ ഞങ്ങളെ സഹായിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങൾ, ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാൻമാർ, ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗങ്ങൾ, പിന്നീട് ഇതിനു വേണ്ടി അകമഴിഞ്ഞ പിന്തുണ, എല്ലാവരും വോളണ്ടറി ആയിട്ടാണ് വന്നത്. ബോർഡ് ഓഫ് സ്റ്റഡീസിൽ 10 പേരോ 12 പേരോ ഉള്ളപ്പോൾ നമ്മളുടെ ഓരോ ക്യാമ്പുകളിലും 100-ഉം 150-ഉം അധ്യാപകരും വിഷയവിദഗ്ധരുമാണ് പങ്കെടുത്തത്. അത്തരത്തിലുള്ള വലിയ ക്യാമ്പുകൾ സംഘടിപ്പിക്കുവാനായിട്ട് മുന്നോട്ട് വന്ന അധ്യാപകർ, കോളേജ് മാനേജ്മെന്റുകൾ, പ്രിൻസിപ്പളന്മാർ, ഇവർക്കെല്ലാം പ്രത്യേകം നന്ദി പറയുന്നു. കാലാകാലങ്ങളിൽ അതിന് വേണ്ട ഫീഡ്ബാക്കുകൾ തന്ന പൂർവ്വ വിദ്യാർത്ഥികൾ, എംപ്ലോയേഴ്സ്, നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ, ഇവർക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു. അല്ലാതെ ഈ ഞങ്ങളുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഗവൺമെന്റിലേക്ക് സബ്മിറ്റ് ചെയ്ത് അത് വായിക്കുന്നത് ഒരു വളരെ മൊണോട്ടണസ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് അത് ഈ യോഗത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി യോടനുബന്ധിച്ച് ഇനി കോളേജിൽ നമുക്ക് ക്ലാസ് തുടങ്ങാൻ 1 മാസത്തെ സമയമുണ്ട്. അതുമായി ബന്ധപ്പെട്ട എന്ത് പ്രോഗ്രാമുകൾ നിങ്ങൾ ഓർഗനൈസ് ചെയ്താലും അതിനുവേണ്ട റിസോഴ്സ് പേഴ്സൺസിന് നൽകുവാൻ യൂണിവേഴ്സിറ്റി തയ്യാറാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അതിനോടൊപ്പം മുഖാമുഖങ്ങൾ സംഘടിപ്പിച്ചു, ധാരാളം മുഖാമുഖങ്ങൾ സംഘടിപ്പിച്ചു. അവിടെയൊക്കെ നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് പലയിടത്തും ഉണ്ടായത്. ആ മുഖാമുഖങ്ങളുടെ പാത പിന്തുടർന്നുകൊണ്ട് കോളേജുകൾക്ക് തന്നെ ഇനിയും വിദ്യാർത്ഥികൾക്ക് വേണ്ടി മുഖാമുഖങ്ങൾ സംഘടിപ്പിക്കാം. 7-ാം തീയതി വരെ നടക്കുന്ന നമ്മുടെ ക്യാപ് രജിസ്ട്രേഷൻ കൂടുതൽ ഊർജിതമാക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. നമുക്കിപ്പോൾ തന്നെ ഏതാണ്ട് 33,000 ക്യാപ് രജിസ്ട്രേഷൻസ് ഉണ്ടായി കഴിഞ്ഞു. ഇനി ഏതാണ്ട് 8 ദിവസം ബാക്കി നിൽക്കുന്നു. കുട്ടികൾ വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടാണ് രജിസ്ട്രേഷൻ നടത്തുന്നത്. കഴിഞ്ഞ വർഷത്തിനേക്കാൾ കൂടുതൽ രജിസ്ട്രേഷൻസ് ഈ വർഷം ഉണ്ടാകുമെന്നുള്ള ഉത്തമ വിശ്വാസം ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഉണ്ട്. അതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ കാഴ്ചവെക്കണം. നിങ്ങൾ അടുത്തുള്ള +2 സ്കൂളുകളിലൊക്കെ ഒരു റൗണ്ട് സ്ക്വാഡ് പ്രവർത്തനങ്ങൾ കൂടെ നടത്തിക്കൊണ്ട്, കാരണം അറച്ചു നിൽക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, ഇതിനെക്കുറിച്ച് അത്ര ധാരണയില്ലാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് ഇതിലേക്ക് വരുവാനായിട്ടുള്ള ഒരു വഴി തുറന്നു കൊടുക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണമെന്നും കോളേജിലെ എല്ലാ അധ്യാപകർക്കും ഇതിന്റെ മെസ്സേജ് എത്തിക്കണമെന്നും ഇനി വരും ദിവസങ്ങളിൽ ഇതുവരെ ട്രെയിനിങ് ലഭിക്കാത്ത അധ്യാപകർക്കായി 9 സോണുകളിൽ ഞങ്ങൾ നടത്താൻ പോകുന്ന ട്രെയിനിങ്ങുകളിലേക്ക് ഫസ്റ്റ് സെമസ്റ്ററുകളിൽ പഠിപ്പിക്കാനുള്ള അധ്യാപകരെ നിർബന്ധമായും പങ്കെടുപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഈ യോഗത്തിന് കാരണഭൂതരായിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിനും ഹയർ എഡ്യൂക്കേഷൻ മന്ത്രിക്കും പ്രത്യേക അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.